പ്രൈസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു ഡീസൽ വണ്ടി ഈ റേറ്റിൽ കിട്ടില്ല. വെറും 7,95,000 രൂപക്കാണ് ഈ ഒരു സെൽട്ടോസ് തരാൻ പോകുന്നത്. ഒന്ന് മോഡൽ വണ്ടി 4x4 ഓട്ടോമാറ്റിക് ഫുൾ ഓൺ ഇറക്കാം. അതും 800 കിലോമീറ്റർ മാത്രമാണ്. ഷോറൂമിൽ നിന്ന് ഒരാൾ വണ്ടി എടുക്കുന്നത് എങ്ങനെയാണ് അതേപോലെ നമുക്ക് വണ്ടി എടുക്കും ചെയ്യാം. ഫുൾ ഓണും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. പുതിയൊരു ജനറേഷനിൽ ക്രെറ്റ നോക്കുന്നവർക്ക്, അത് ഡീസൽ വണ്ടി ലോ കിലോമീറ്റർ കൊടുക്കുന്നവർക്ക് ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം കേട്ടോ. ഇൻബിൽഡ് വരുന്ന വണ്ടിയാണ്. ഓക്കെ, നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, റേഡ് സൈഡ് ഒക്കെ നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ റിയറിൽ AC വെന്റ് വരുന്നുണ്ട്. ഫുൾ ഓണും ചെയ്യാൻ പറ്റും. ഡീസൽ 7 സീറ്ററിൽ ലോ കിലോമീറ്റർ ഓടിക്കുന്ന ഒരു വാഹനം 4,25 ഒരു 7 സീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആണ്. ഒരു വാഗ്നർ ഒക്കെ വാങ്ങുന്ന പ്രൈസിന് ഇത്രയും വലിയൊരു SUV ഉണ്ടാകും. അതും ഫുൾ ഓൺ ഒക്കെ ചെയ്തൂടെ? മാക്സിമം നമുക്ക് ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ഓൺലൈൻ ഇറക്കാൻ പറ്റും. ലോ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്, മോഡൽ ഉണ്ട്. കൊടുക്കുന്ന ക്യാഷിന് അത്രയും നമുക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. ഫുൾ ഓൺലൈൻ അതും ഒരു ചെറിയ പ്രൈസിന് നമുക്ക് സ്വന്തമാക്കാം. 50 രൂപയിൽ സുഖമായിട്ട് നമുക്ക് ഈ വാഹനം ഇറക്കാം. അടുത്ത 2 കിടിലൻ MG ഹെക്ടറുകളാണ്. ഒന്ന് 7 സീറ്റർ ആണ്, ഒന്ന് 5 സീറ്റർ ആണ് വരുന്നത് അല്ലേ? രണ്ട് നമുക്ക് കിടിലം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ ഓൺലൈൻ ഇറക്കാൻ പറ്റുന്ന 2 കിടിലം വാഹനങ്ങൾ. 390 നമുക്ക് NOC നമുക്ക് ഈ വാഹനം ചെയ്യാം. ഇത് നമുക്ക് വരുന്നത് 310 ആണ്. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തീരെ ഓടാത്തൊരു SUV വാഹനം കേട്ടാണ് വന്നിട്ടുള്ളത്. വെറും 800 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. പുതിയൊരു വാഹനം എടുക്കുന്ന ആളെ സംബന്ധിച്ച് ലക്ഷങ്ങൾ നമുക്ക് വിലക്കുറവില്, കൂടെ തന്നെ നമുക്ക് ലക്ഷറി ഐറ്റംസ്, അതേപോലെ തന്നെ അത്യാവശ്യം ലീഡ് ബ്രാൻഡ്സിന്റെ എല്ലാ SUVകളും 7 സീറ്ററുകളൊക്കെ ഉള്ള നിറഞ്ഞ കിടൻ കളക്ഷനൊക്കെ ആയിട്ടാണ് നമ്മൾ പോഷ്ലിങ്കിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേറ്റിലൊക്കെ നമുക്ക് നല്ല അടിപൊളി പ്രീമിയം വെഹിക്കിൾസ് നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള സൈറ്റാണ്. ഇത് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം വെള്ളൊമ്പറാണ് സ്ഥലം വരുന്നത്, പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ. അപ്പൊ നമുക്ക് കാണുന്നത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണത്. അപ്പൊ നമ്മളെ പോസ്റ്റിംഗിൽ നമ്മളെപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് നമുക്ക് പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ ഏറ്റവും നല്ല ബഡ്ജറ്റ് പ്രൈസിലുണ്ട്. കൂടെ SUV ഏറ്റവും നല്ല വിലക്കുറവിലുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ ഹൈലൈറ്റ് ആണ് ഇതിന്റെ കിലോമീറ്റർ ആണ്. വെറും 800 കിലോമീറ്റർ മാത്രമാണ്. 800 കിലോമീറ്റർ മാത്രമാണ് വരെ ഓടിയത്. അപ്പൊ നിങ്ങൾ ഇറക്കിയ സമയത്ത് എത്രയായിരുന്നു? അത് 600 സംതിങ് കസ്റ്റമർ ഓടിയിട്ടുള്ളത്. ഇങ്ങോട്ട് ട്രാവൽ ചെയ്താണ്. അപ്പൊ അതാണ് നമുക്ക് അത്രയും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടി. അത് നമുക്കൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പുതിയൊരു വാഹനം എടുക്കുന്ന ഒരാളെ ചെയ്തിട്ടില്ല. അപ്പൊ അത് നോക്കി നിങ്ങൾ അത്രയും പക്ക നമുക്ക് പെർഫെക്റ്റ് ഉള്ള ഒരു വാഹനം. സീറ്റ് കവേഴ്സ് വരെ റിമൂവ് ചെയ്തിട്ടില്ല. ആൻഡ്രസ്റ്റ് വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, 2 സൈഡ് എയർ ബാഗ്. അങ്ങനെ അത്യാവശ്യം നല്ല മൈലേജും നല്ല പെർഫോമൻസും നല്ല ഫീച്ചേഴ്സും, അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി നിസാന്റെ മാഗ്നറ്റ് ആണ്. സോ നമുക്കൊരു പുതിയൊരു വാഹനം എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവില് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. റിയറിൽ വൈപ്പർ വരുന്നുണ്ട്, ഷാപ്പിന് ആന്റിന വരുന്നുണ്ട്, ടയേഴ്സ് നമ്മൾ സ്റ്റെപ്പിനൊന്നും തൊട്ടിട്ട് പോലും ഇല്ല. വെറും 800 കിലോമീറ്റർ മാത്രമാണ് ഈ നിലവിൽ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2025 മോഡലാണ്. പറഞ്ഞാൽ 800 കിലോമീറ്റർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പിൽ തന്നെ ഉള്ള വണ്ടിയാണ്. എൻ കണക്ട് എന്ന് പറഞ്ഞ ഒരു മിഡിൽ ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ ആണ് അല്ലേ? ടോപ്പിനെ തൊട്ട് താഴെയുള്ള ഓപ്ഷൻ. നമുക്ക് മൈലേജ് ഒക്കെ അത്യാവശ്യം മൈലേജ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് ഇതാണ് അത്രയും കിലോ ഫസ്റ്റ് സർവീസ് ആയിട്ടുണ്ടാവില്ല അല്ലെ? 1000-ലേക്കല്ലേ വരുള്ളൂ. ഫസ്റ്റ് സർവീസ് ആവുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഏകദേശം നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് ആവറേജ് കാണിക്കുന്നുണ്ട് അല്ലെ? 18 സംതിങ് മൈലേജ് നമുക്ക് സ്ക്രീനിൽ തന്നെ നമുക്ക് ആവറേജ് മൈലേജ് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ വെറും 800 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി അല്ലേ? 2026 മോഡലല്ലേ വണ്ടി വരുന്നത്? 2025 മോഡല്. 25 മോഡല് സിംഗിൾ ഓൺഷിപ്പ് അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് നമുക്ക് ഫൈനൽ റേറ്റ് ആണ്. നമുക്ക് 7.5 ലക്ഷത്തിന് നമുക്ക് ചെയ്യാം. 7 ലക്ഷം മാക്സിമം ലോൺ ചെയ്യാം. അപ്പൊ ഫുൾ ലോൺ തന്നെ ഇറക്കാം. അതും 800 കിലോമീറ്റർ മാത്രമാണ്. ഷോറൂമിൽ നിന്ന് ഒരാൾ വണ്ടി എടുക്കുന്നത് എങ്ങനെയാണ് അതേപോലെ നമുക്ക് വണ്ടി എടുക്കും ചെയ്യാം. അപ്പൊ പ്രൈസ് പറഞ്ഞ 7,50,000. ഫ്രഷിന് ഏകദേശം നമുക്ക് 9,10 സംതിങ് വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു 800 കിലോമീറ്റർ ഓടിന് 2 ലക്ഷത്തിന്റെ അടുത്ത് തന്നെ നമുക്ക് ഡിപ്രീസിയേഷൻ ആണ് ഈ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു വാഹനത്തിൽ വരാനുള്ള മാക്സിമം ഡിപ്രീസിയേഷൻ വന്നു കഴിഞ്ഞു അല്ലേ? എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇനി പിന്നീട് മാറ്റുകയാണെങ്കിലും നമുക്ക് അത്ര ലോസോ കാര്യങ്ങളോ വരില്ല. അതും ഫുൾ ഓൺലൈൻ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. അടുത്ത വീണ്ടും നമ്മൾ കിടില SUV ആണ്. സെക്കൻഡ് മാർക്കറ്റിൽ വളരെ റെയർ ആയിട്ട് കാണുന്ന ഒരു വാഹനമാണ്. കാരണം നമുക്ക് ഹോണ്ട ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സെർച്ച് ചെയ്തിട്ട് വാഹനം എടുക്കുള്ളൂ. അത്രയും നമുക്ക് സെലക്ട് ചെയ്ത് വരുന്ന ഒരു കിടില SUV ആണ് ഹോണ്ടയുടെ എലവേറ്റ്. അത് നമുക്ക് സെക്കൻഡ് മാർക്കറ്റിൽ ഞാൻ തന്നെ വളരെ റെയർ ആയിട്ടാണ് ഈ വാഹനം ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇവിടെ റെഡി സ്റ്റോക്കില് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി വാഹനം വന്നിട്ടുണ്ട്. ഏതാണ്ട് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2023 മോഡൽ 24 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്.
സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ആണ് വാഹനം. ഇന്ത്യയുടെ ഒക്കെ പക്ക പ്രീമിയം എല്ലാ ഫീച്ചേഴ്സ് ഇൻബിൽഡ് വരുന്ന വണ്ടിയാണ്. ഓക്കെ, നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, റേർ സൈഡ് ഒക്കെ നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ റിയറിൽ AC വെന്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും അതും നമുക്ക് ഡിപ്പെൻസ് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി എലവേറ്റ് ഇല്ല. കിലോമീറ്റർ 40,000 സിംഗിൾ ഓൺഷിപ്പ് ഇല്ല. അത്യാവശ്യം നമുക്ക് ബ്രിഡ്സ്റ്റോൺ 4 അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് ഫൈനൽ റേറ്റ് ആണ് 12,40,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഉണ്ടാവും ചെയ്യാം. അതും ഫുൾ ഓൺ നമുക്ക് ചെയ്യാം. ഫുൾ ഓണും ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഹൈലൈറ്റ് ഫുൾ ഓൺ ആണ്, ലോ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്, അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന നല്ലൊരു ഫാമിലി SUV തന്നെ പറയാം. അപ്പോൾ 7 സീറ്ററിൽ ഒരു ഓട്ടോമാറ്റിക് SUV, നല്ല അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഒരു ബഡ്ജറ്റ് പ്രൈസിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കിടില ഓട്ടോമാറ്റിക് 7 സീറ്റർ. മഹീന്ദ്രയുടെ ന്യൂ സ്പോട്ട് ആണ്, അതും ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വണ്ടി വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ നമുക്ക് എമോക്കിന്റെ എഞ്ചിനൊക്കെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ? 2016 മോഡൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ആണ്, വെറും 25,000 കിലോമീറ്റർ മാത്രം അഞ്ചിട്ടുള്ള വണ്ടിയാണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്, 7 സീറ്റർ ആണ്, അതും നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടി, ലോ കിലോമീറ്റർ ഇല്ല. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഇല്ല. അപ്പോൾ ഡീസലും ആണ്, ഓട്ടോമാറ്റിക് ആണ്, കൂടെ തന്നെ ഒരു 7 സീറ്റർ വാഹനം കൂടി ഇല്ല. അത്യാവശ്യം മൈലേജും കിട്ടും. ഒരു 7 സീറ്റർ ആയി, ഡീസൽ ഓട്ടോമാറ്റിക്, AMT ഓട്ടോമാറ്റിക്കാണ് വരുന്നത്, അതുകൊണ്ട് നല്ല മൈലേജ് നമുക്ക് കിട്ടുന്ന ഒരു വണ്ടി ഇല്ല. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 16-17 മോഡല്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം? നമുക്കത് ഫൈനലായിട്ട് 4,25,000 രൂപയ്ക്ക്, 4,25,000 ഒരു 7 സീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് നമുക്കൊരു ഓഫർ പ്രൈസ് ആണ്. ഒരു വാഗ്നർ ഒക്കെ വാങ്ങുന്ന പ്രൈസിന് ഇത്രയും വലിയൊരു SUV ഉണ്ടാകും. അതും ഫുൾ ഓൺ ഒക്കെ ചെയ്തൂടെ? മാക്സിമം നമുക്ക് ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊരു ചെറിയൊരു ബഡ്ജറ്റിലൊരു SUV ടൈപ്പ് വാഹനം നോക്കുന്നവർക്ക് ഇതാണ് നമുക്കൊരു സ്വിഫ്റ്റിന്റെ ഒക്കെ പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ലോ കിലോമീറ്റർ ഒരു ഹുണ്ടായുടെ ഒരു 2nd ജനറേഷൻ വെന്യൂ വന്നിട്ടുണ്ട്. വൈറ്റ് ഫിനിഷിംഗ് ആണ്, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇന്ത്യയിലൊക്കെ നോക്കി നമുക്കൊരു പുതിയൊരു വാഹനത്തിന് അതേ ഫീൽ നമുക്ക് കൊണ്ടുപോകാം. പക്ക മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങൾ, ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, റിയറിൽ AC വെന്റ്. അങ്ങനെ നമുക്കൊരു ചെറിയൊരു ഫാമിലിക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ സബോമീറ്റർ SUV ആണ് ഹുണ്ടായുടെ വെന്യൂ. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് വരുന്നത് 2024 മോഡലാണ്, സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. 39,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ വണ്ടി വരുന്നത്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഫൈനൽ നമുക്ക് 8,10,000 രൂപയ്ക്ക് അത് മാക്സിമം ലോൺ ചെയ്യാം. അപ്പൊ ട്രാക്ക് ഒക്കെ മാക്സിമം ട്രാക്ക് ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഫുൾ ഓൺലൈൻ ഇറക്കാൻ പറ്റും. ലോ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്, മോഡൽ ഉണ്ട്, കൊടുക്കുന്ന ക്യാഷിന് അത്രയും നമുക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. അത് ഏറ്റവും ലാസ്റ്റ് ജനറേഷൻ ക്രെറ്റ, അതും ഡീസലിന് ഫുൾ ബ്ലാക്കിൽ നമുക്ക് ഫുൾ ഓൺലൈൻ ഒരു കിടില ഐറ്റാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ന്യൂ ഫേസിലുള്ള ഒരു ക്രെറ്റൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ? 24 മോഡൽ 25 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഡീസൽ അല്ല വണ്ടി, ഡീസൽ മാനുവൽ ആണ് വരുന്നത്. ഡീസൽ മാനുവൽ ആണ്, അതൊരു ഓഫർ പ്രൈസ് ആണ്. നമുക്ക് ഫുൾ ഓൺ തരാം. ഇന്ത്യയിലൊക്കെ നോക്കി നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, ഇന്ത്യയിലൊക്കെ ഒക്കെ നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. 2 സൈഡ് എയർ ബാഗ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങൾ, റിയറിൽ നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, നമുക്ക് 2 ചാർജിങ് പോയിന്റ്സ് വരുന്നുണ്ട്, റിയറിൽ AC വെന്റ് വരുന്നുണ്ട്, റൂഫ് കാര്യങ്ങളെല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അടിപൊളി വെഹിക്കിൾ ആണ്. ഇത് കിലോമീറ്റർ എത്രയായിരുന്നു ഓടിയിട്ടുള്ളത്? ഇത് വെറും 50,000 കിലോമീറ്റർ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ആണോ വരുന്നത്? സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 24-25 രജിസ്ട്രേഷൻ. 25 രജിസ്ട്രേഷൻ. ഡീസലാണ്, SX ഈ SC ആണ്. അപ്പൊ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ഡീസലാണ്, 50,000 കിലോമീറ്റർ. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് നമുക്ക് 12,90,000 രൂപയ്ക്ക് ചെയ്യാം. അത് മാക്സിമം ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. സോ പുതിയൊരു ജനറേഷനിൽ ക്രെറ്റ നോക്കുന്നവർക്ക്, അത് ഡീസൽ വണ്ടി ലോ കിലോമീറ്റർ കൊടുക്കുന്നവർക്ക് ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം കേട്ടോ. നമുക്കൊരു ഹാച്ച് ബാക്കിന്റെ പ്രൈസിലൊക്കെ നല്ല ഫീച്ചറിലോടുള്ള ഒരു അടിപൊളി SUV ആയിട്ടാണ് വന്നിട്ടുള്ളത്. സെറ്ററിന്റെ എയർ ക്രോസ് ആണ്. സോ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് അതിന്റെ നമുക്ക് യാത്രാ കംഫർട്ട് തന്നെയാണ്. അപ്പോൾ നല്ലൊരു ഫാമിലിക്ക് നല്ലൊരു യാത്രാ കംഫർട്ട്, ലോങ് ഡ്രൈവ് ഒക്കെ കൂടുതൽ പോകുന്നവരെ സംബന്ധിച്ച് നല്ലൊരു പെർഫോമൻസ് ബേസ്ഡും അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിടില ഓപ്ഷനാണ് ഈ ഒരു വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് ഡീറ്റെയിൽ വരുന്നത് 2023 മോഡൽ 24 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഓക്കെ, വെറും 25,000 കിലോമീറ്റർ മാത്രം ചെയ്തിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതെ, നല്ല സ്പേഷ്യസ് ആണ് വാഹനം വരുന്നത്. ഡ്യുവൽ ടോൺ ആണ് വരുന്നത്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സേഫ്റ്റി ഉണ്ട്, അതേപോലെ തന്നെ നല്ല യാത്രാ കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി സ്പേഷ്യസ് ആയിട്ട് വാഹനമാണ്. അതുപോലെ ബൂട്ട് സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് വരെ വരുന്ന
ഒരു അടിപൊളി വാഹനമാണ്. ലോ കിലോമീറ്റർ ആണ്. 23, 24 രജിസ്ട്രേഷനിൽ 25,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് വാഹനം അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു വാഹനം? ഇതിപ്പോ നമുക്ക് മാക്സിമം ലോണോട് 8,40,000 രൂപയ്ക്ക് നമുക്ക് 8,40,000 ഫൈനൽ റേറ്റ് ആണ്. അതിൽ നമുക്ക് ഫുൾ ഓൺ നമുക്ക് ചെയ്യുകയും ചെയ്യാം. സോ നമുക്കൊരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന പ്രൈസിന് അത്യാവശ്യം നമുക്ക് ടർബോ ചാർജഡ് ആണ്. സോ നല്ല പെർഫോമൻസ് ബേസ്ഡ് ആണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം നമുക്ക് ഫുൾ ഓൺ തന്നെ അത് ഒരു ചെറിയ പ്രൈസിന് നമുക്ക് സ്വന്തമാക്കാം. അടുത്ത നമുക്ക് ഏറ്റവും ലാസ്റ്റ് ജനറേഷൻ സിറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും ഓട്ടോമാറ്റിക്കലി സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2020 വണ്ടി മോഡൽ വരുന്നത്. ഓക്കെ, ഇന്ത്യയിലൊക്കെ നോക്കി നമുക്കൊരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു കിഡ്ലൻ സെഡാനാണ്. അതും CVT ഓട്ടോമാറ്റിക്കലി വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. 10 എയർ ബാഗ്സ്, അതേപോലെ തന്നെ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റിയർലി AC വെന്റ്, ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്ന CVT ഓട്ടോമാറ്റിക്കലി വരുന്ന, അതും അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? വെറും 39,000 കിലോമീറ്റർ മാത്രം ചെയ്തിട്ടുള്ളൂ. 39,000 കിലോമീറ്റർ ഓൺഷിപ്പ്, സെക്കൻഡ് ഓൺഷിപ്പ് വാഹനമാണ്. നമുക്ക് എത്രയാണ് ഈ വാഹനത്തിന് ഫൈനൽ പ്രൈസ് ആയിട്ട് 10,50,000 രൂപയ്ക്ക് നമുക്ക് 10,50,000 ഫൈനൽ പ്രൈസ് ആണ്. ഏകദേശം നമുക്ക് ട്രാക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറങ്ങാം? ഒരു 10 രൂപ വരെ നമുക്ക് ലോണും ഒരു 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ വാഹനം ഇറങ്ങാം. നെറ്റിക്കൽ ഓഫ് റേറ്റ് ആണ് വന്നിട്ടുള്ളത്. വെറും 7,95,000 രൂപക്കാണ് ഈ ഒരു സെൽട്ടോസ് തരാൻ പോകുന്നത്. അതും വൈറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു കിടില ഐറ്റം. എങ്ങനെയായിരുന്നു ഈ സെൽട്ടോസ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2020 മോഡല് സിംഗിൾ ഓൺഷിപ്പുള്ള വണ്ടിയാണ്. പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. ഓക്കെ, വെറും 47,000 കിലോമീറ്റർ മാത്രമാണ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ് വരുന്നത്. 20 മോഡല് സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല അത്യാവശ്യം നല്ല കിട്ടുന്ന ഇന്റീരിയർ ആണ്. ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, റിയറിൽ നമുക്ക് AC വെന്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വെറും 45,000 കിലോമീറ്റർ സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. ഓഫർ പ്രൈസ് നമ്മൾ ആദ്യമേ പറഞ്ഞു 7,95,000. അതും നമുക്ക് ട്രാക്കിനെ ഫുൾ ഓൺ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് ഇറക്കും ചെയ്യാം കേട്ടോ. അത് നമുക്ക് ടയോട്ടന്റെ നല്ലൊരു ഫാമിലി കാർ അന്വേഷണം നടത്തുന്ന ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് വരുന്ന ഒരു കിട്ടുന്ന സെഡാനായിട്ടാണ് വന്നിട്ടുള്ളത്. അത് ന്യൂ ഫേസ് കാര്യങ്ങളെല്ലാം വരുന്ന ടയോട്ട കൊറോള ഓൾട്ടിസ് ഗ്രേ ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 മോഡല് പെട്രോൾ CVT ഓട്ടോമാറ്റിക്കലി വരുന്ന വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡ് VL ആണ് വരുന്നത്. അതും CVT ഓട്ടോമാറ്റിക് നല്ല കംഫർട്ടും കാര്യങ്ങളും ലോ മെയിൻസും വരുന്നൊരു വാഹനം. നല്ല യാത്ര കംഫർട്ടാണ്, നല്ല സ്പേഷ്യസ് ആണ്. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഒക്കെ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനം. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 130 ഓടിയിട്ടുണ്ട്. ഓക്കെ, ടയോട്ട 130 സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഒറിജിനൽ കേരളമാണ് വണ്ടി വരുന്നത്. എങ്ങനെ? ഒറിജിനൽ കേരള വാഹനം. ഒറിജിനൽ കേരള വാഹനം. എത്രയാണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 9,70,000 രൂപയ്ക്ക് നമുക്ക് ഫൈൻ. 9,70,000. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഒരു ചെറിയൊരു 50,000 സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അപ്പൊ ചെറിയൊരു ബഡ്ജറ്റ് ഉണ്ട് നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ. അത് നമുക്ക് ലോ മെയിൻ്റനൻസ് വരുന്ന കിട്ടുന്ന ടയോട്ട വാഹനം. പ്രൈസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ കമ്പനി അലോയ്സ് വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, അതും CVT ഓട്ടോമാറ്റിക് വരുന്ന ഒരു വാഹനം. പ്രൈസ് നമ്മൾ പറഞ്ഞു 9,50,000. ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ 50 രൂപക്ക് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അവിടെ നമ്മൾ സേഫ്റ്റി പെർഫോമൻസ് ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫോക്സ് വാഗന്റെ വെന്റോ ആണ്. അതും സിൽവർ ഫിനിഷിംഗിൽ വരുന്ന ഒരു കിടില ഐറ്റം. സോ നമ്മൾ ഫാമിലിന്റെ സേഫ്റ്റി അതേപോലെ തന്നെ നമുക്ക് പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാഹനം ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡീസൽ വേരിയന്റ് ഇല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2018 മോഡല് കംഫർട്ട് ലൈൻ ആണ്. ഡീസൽ മാനുവൽ വരുന്നത്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. ഒരു 18-20 മൈലേജും കിട്ടും. നല്ല ബോഡി ക്വാളിറ്റിയും പെർഫോമൻസും അത്യാവശ്യം ഫീച്ചേഴ്സും സേഫ്റ്റി ഒക്കെ ഉള്ള ഒരു അടിപൊളി വാഹനമാണ്. റിയലൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് റിയൽ AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഒരു 49,000 കിലോമീറ്റർ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സെക്കൻഡ് ഓൺഷിപ്പുള്ള വണ്ടിയാണ്. നമുക്ക് 5,60,000 രൂപയ്ക്ക് നമുക്കത്. അപ്പൊ ചെറിയൊരു ബഡ്ജറ്റ് നമുക്ക് വണ്ടി കൊണ്ടുപോവുകയും ചെയ്യാം. ഡീസലാണ്, ഫുൾ ഓണിൽ ചെയ്യാം. ഫുൾ ഓൺ നമുക്ക് ഈ വാഹനത്തിന് അവൈലബിൾ ആണ്. അടുത്ത 2 കിടിലൻ MG ഹെക്ടറുകളാണ്. ഒന്ന് 7 സീറ്റർ ആണ്, ഒന്ന് 5 സീറ്റർ ആണ് വരുന്നത് അല്ലേ? രണ്ട് നമുക്ക് കിടിലം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ ഓൺലൈൻ ഇറക്കാൻ പറ്റുന്ന 2 കിടിലം വാഹനങ്ങൾ. ഒന്ന് പെട്രോൾ ഓട്ടോമാറ്റിക് CVT ആണ് വരുന്നത്. ഇത് ഡീസൽ മാനുവൽ ആണ്. ഡീസൽ മാനുവൽ ആണ്. ഫസ്റ്റ് ടൈം ഡീസൽ തുടങ്ങാം. അതും ഫുൾ ബ്ലാക്ക് ആണ്. ഇത് 5 സീറ്റർ ആണോ 7 സീറ്റർ ആണോ? 7 സീറ്റർ ആണ് വരുന്നത്. 2021 മോഡൽ വെറും 25,000 കിലോമീറ്റർ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഡീസലാണ്. കൂടെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് വെറും 25,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു 7 സീറ്റർ. ഇതിന്റെ സ്പേസ് ഒക്കെ നോക്കി നിങ്ങൾ കൊടുക്കുന്ന ക്യാഷ് അത്രയും ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ 7 സീറ്റർ ആണ്. അത് നമുക്ക് നല്ല യാത്രാ കംഫർട്ടും അതേപോലെ തന്നെ നല്ല ഫീച്ചേഴ്സ് റോഡിലായിട്ടുള്ള ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു കിടിലൻ 7 സീറ്റർ. മോഡൽ പറഞ്ഞ 2021 മോഡൽ വരുന്നത്. 2021 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് വാഹനം വെറും 25,000 കിലോമീറ്റർ.
എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്കിത് 13,50 നമുക്കിത് ഫൈനൽ 13.5 അത് നമുക്ക് ഫൈനൽ പ്രൈസ് ആണ്. ഫുൾ ഓൺ തന്നെ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാം. ഇത് നമ്മുടെ വീണ്ടും നമുക്കൊരു ഓട്ടോമാറ്റിക് ആണെന്നുള്ളവർക്ക് ഒരു കിട്ടുന്ന വണ്ടിയാണ്. അത് നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022 മോഡലാണ്. 70,000 കിലോമീറ്റർ CVT ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഏറ്റവും ടോപ്പ് എൻഡ് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങൾ അടക്കം വരുന്ന ഒരു വണ്ടിയാണ്. അതും ഏറ്റവും ടോപ്പ് എൻഡിൽ 5 സീറ്ററിൽ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. CVT ഓട്ടോമാറ്റിക് ആണ്. പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടി. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 12,50,000 ചെയ്യാം. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 70,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓൺഷിപ്പ് ആണ്. 70,000 കിലോമീറ്റർ. അത് നമുക്ക് 12.50 ഫൈനൽ പ്രൈസ്. അതും ഫുൾ ഓൺ നമുക്ക് ഈ വാഹനം ചെയ്യാം. 2022 മോഡൽ. അപ്പൊ രണ്ടും നമുക്ക് ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് വാഹനങ്ങൾ. അടുത്ത ബഡ്ജറ്റ് പ്രൈസിലുള്ള 2 ടയോട്ട വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്ന് നമുക്ക് മാനുവൽ ആണ്. ഇത് നമുക്ക് വരുന്നത് ഓട്ടോമാറ്റിക് കൂടെ വരുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് ബഡ്ജറ്റ് പ്രൈസിൽ രണ്ട് മാനുവൽ ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു വാഹനം നമുക്ക് മാനുവൽ തന്നെയാണ്. ഇതും നമുക്ക് മാനുവൽ തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ ഒരു ടയോട്ട എത്തിയോസ് ലീവ നോക്കുന്നവർക്ക് വൈറ്റ് ഫിനിഷിംഗിൽ അടിപൊളി വാഹനം. ഇത് കേരള വണ്ടിയാണോ അതോ സ്റ്റേറ്റ്? കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2014 പെട്രോൾ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് മാനുവൽ വരുന്നത്. പെട്രോൾ മാനുവൽ ആണ്. 2014 ഒറിജിനൽ കേരള വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. 1 lakh ഓടിയിട്ടുണ്ട്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് വെറും 3,10,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. എത്രയായിരുന്നു? 3,10,000. 3.10 ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ 19 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അപ്പൊ ചെറിയൊരു ബഡ്ജറ്റ് ഒരു എത്തിയോസ് ലീവ നോക്കുന്നവർക്ക് നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസ് കൊണ്ടാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അതേപോലെ നമുക്കൊരു ടയോട്ട കൊറോള ഓൾട്ടിസ് ആണ്. സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത്. കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2014 മോഡൽ പെട്രോൾ മാനുവൽ തന്നെ വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? എങ്ങനെയാ നമുക്ക് 3,90,000 രൂപയ്ക്ക് വിത്ത് NOC നമുക്ക് ചെയ്യാം. 3.90 നമുക്ക് NOC നമുക്ക് ഈ ഒരു വാഹനം ചെയ്യാം. ഇത് നമുക്ക് വരുന്നത് 3.10 ആണ്. അപ്പോൾ ബഡ്ജറ്റ് പ്രൈസിലുള്ള ടയോട്ടന്റെ വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ മാക്സിമം നമുക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ലിവർ ഇറക്കാം. ഇത് പിന്നെ നമ്പർ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ആണെങ്കിൽ നമുക്ക് ചെറിയ ബഡ്ജറ്റ് നോക്കും ചെയ്യാം. നമ്മളൊരു ജമണ്ടൻ ഐറ്റാണ് പരിചയപ്പെടാൻ പോകുന്നത്. സഫാരി. അത് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡിൽ ഒരു 7 സീറ്റർ വാഹനം. സോ ഡീസൽ ആണ്. അതും നമുക്ക് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. എങ്ങനെയായിരുന്നു സേതായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ? 2021 ഹൈലൈറ്റ് പറയുന്നത് 21,000 കിലോമീറ്റർ മാത്രം ചെയ്തിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു 7 സീറ്റർ വാഹനം. അതും ഡീസലില് ഏറ്റവും ടോപ്പ് എൻഡിൽ നമുക്ക് പനോരമിക് സൺറൂഫും പിന്നെ നമുക്ക് സേഫ്റ്റിയുടെ കാര്യമായാലും പെർഫോമൻസിന്റെ കാര്യമായാലും ഡാറ്റന്റെ കാര്യത്തിൽ നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ലാന്ന് തന്നെ പറയാം. അത്രയും പക്ക ഫീച്ചറിസ്റ്റിക്കും പനോരമിക് സൺറൂഫ് അടക്കം ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന ഒരു കിടിലം വാഹനം. മാനുവൽ ആണ്. അതേപോലെ തന്നെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ആർമെന്റ് മ്യൂസിക് സിസ്റ്റം, അതേപോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഒരു പ്രീമിയം ലെവൽ വാഹനത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീസൽ 7 സീറ്ററിൽ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം. മോഡൽ പറഞ്ഞത് 2021 മോഡൽ, 21,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ്, എക്സെറ്റ് പ്ലസ് ആണ് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ഡീസലിൽ. എത്രയാണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്കിത് 13,90,000 രൂപയ്ക്ക് ഫുൾ ലോണും ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. അപ്പൊ അതിന്റെ ഏറ്റവും ഒരു പുതിയ പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവുണ്ട്. ലോ കിലോമീറ്റർ ആണ്. അത് ഡീസലിലെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് വാഹനം. വീണ്ടും നമ്മളൊരു സഫാരി തന്നെയാണ്. നേരത്തെ നമ്മളൊരു ബ്ലൂ ഫിനിഷിംഗ് ആണ്. ഇതൊരു ഗ്രേ ഫിനിഷിംഗിൽ ഡീസൽ തന്നെ വീണ്ടും ഒരു സഫാരി 7 സീറ്റർ. ഇതെങ്ങനെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 മോഡലാണ്. ഡീസൽ മാനുവൽ തന്നെയാണ് വരുന്നത്. ഓക്കെ. ഇത് ഏറ്റവും ടോപ്പ് എൻഡ് തന്നെയാണോ? എങ്ങനെ ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 40,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അത് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് തന്നെ. ഏറ്റവും ടോപ്പ് എൻഡ് അല്ല, സൺറൂഫ് വരുന്നില്ല. സൺറൂഫ് ഒക്കെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വരുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കിയിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. സോ നമുക്ക് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, അതേപോലെ തന്നെ നമുക്ക് കമ്പനി ആർമെന്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ, സ്റ്റിയറിംഗിൽ ക്രൂസ് കൺട്രോൾസ് കാര്യങ്ങൾ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. നമുക്കൊരു സൺറൂഫ് ആയിട്ട് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു നേരത്തെ നമ്മൾ പരിചയപ്പെട്ട സെയിം ഓപ്ഷനിൽ തന്നെ വരുന്ന ഒരു വണ്ടിയില്ല. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്കിത് ഫൈനൽ പ്രൈസ് ആയിട്ട് 12,90,000 രൂപയ്ക്ക് ഒന്നുകൂടി നമുക്ക് മറ്റേതിനെക്കാട്ട് 1,00,000 രൂപ നമുക്ക് കുറവാണ് അല്ലേ? അപ്പൊ ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. 2 സഫാരി കഴിഞ്ഞ് അടുത്ത് വീണ്ടും ഒരു ജമണ്ടൻ ഐറ്റം തന്നെയാണ്. നമ്മൾ സ്വന്തം താറ് ഇഷ്ടപ്പെടാത്തൊരു ജനറേഷൻ ഇല്ലാന്ന് തന്നെ പറയാം അല്ലെ? നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് കൊടുത്തൂടെ? ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാം. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ നമ്മളെ ഡീറ്റെയിൽസ് ആദ്യം കേൾക്കാം. പ്രൈസ് നമ്മൾ ലാസ്റ്റ് പറയുന്നുള്ളൂ. അത്യാവശ്യം നല്ല ടൈസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. നല്ല അടിപൊളി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്.
സോ ഡീസൽ ഓട്ടോമാറ്റിക്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 മോഡലാണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 4-wheel ഡ്രൈവ് വണ്ടിയാണ്. സ്റ്റെപ്പിന് ഇതാവും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അല്ലെ? പുതുപുത്തൻ ടയറാണ് സ്റ്റെപ്പിനൊക്കെ വരുന്നത്. 4 ടയേഴ്സും അത്യാവശ്യം കട്ട കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ ഡീസൽ ഓട്ടോമാറ്റിക് 2021 മോഡൽ വണ്ടി 4x4 ഓട്ടോമാറ്റിക് 65,000 കിലോമീറ്റർ ഓടി. 65,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ആണോ വരുന്നത്? സെക്കൻഡ് ഓൺഷിപ്പ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമ്മൾ? നമുക്കിത് 13,75,000 രൂപയ്ക്ക് മാക്സിമം ലോൺ. അതൊരു 2-wheel ഡ്രൈവിന്റെ പ്രൈസിന് നമുക്കൊരു 4x4 ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ടാകും. അതും പക്ക സ്റ്റോക്ക് കണ്ടീഷനിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അത് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1,50,000-19 രൂപയ്ക്ക് വണ്ടിയാണ്. നല്ലൊരു ബെസ്റ്റ് പ്രൈസ്. അപ്പോൾ ട്രാക്കിന് ഫുൾ ഓൺ തന്നെ ഇറക്കും ചെയ്യാം. വീണ്ടും നമ്മൾ ചെറിയൊരു ബഡ്ജറ്റിൽ വലിയൊരു ഫാമിലിക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ബഡ്ജറ്റ് പ്രൈസിൽ ഫുൾ ബ്ലാക്ക് വരുന്ന ഒരു കിടിലം SUV വെഹിക്കിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മഹീന്ദ്രയുടെ ബൊലേറോ നിയോ. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2024 മോഡലാണ്. സിംഗിൾ ഓൺഷിപ്പുള്ള വണ്ടിയാണ്. വെറും 40,000 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. 7 സീറ്റർ വാഹനമാണ്. ഇത് ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ മാനുവൽ ആണ് വരുന്നത്. അതിൽ ഏറ്റവും ടോപ്പിൽ വേരിയന്റ് ആണ്. അത്യാവശ്യം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് നമുക്ക് സിംഗിൾ ഓൺഷിപ്പിൽ N10 ഓപ്ഷനിൽ വരുന്ന ബൊലേറോ നിയോ. ഡീസലാണ്, 7 സീറ്റർ ആണ്. കിലോമീറ്റർ 40,000 കിലോമീറ്റർ അല്ലെ? മോഡൽ പറഞ്ഞ 2024 മോഡൽ. എത്രയാണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്കിത് മാക്സിമം ലോണിൽ 920 ചെയ്യാം. 920, ഒരു 10 ലക്ഷം താഴെ ബഡ്ജറ്റിൽ ഡീസൽ ഒരു 7 സീറ്റർ. അത് ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ. ന്യൂ മോഡലാണ്. ഏറ്റവും ന്യൂ മോഡലാണ്. 24 മോഡലും വരുന്നുണ്ട് അല്ലേ? അടുത്ത ന്യൂ ഫേസിൽ സ്കോർപിയോ ഒക്കെ നോക്കി നടക്കുന്നവർക്ക് ഇതാണ് നല്ലൊരു കിടിലം ബഡ്ജറ്റ് പ്രൈസിൽ ഒരു S5 ഓപ്ഷനിൽ വരുന്ന ഒരു അടിപൊളി സ്കോർപിയോ ഉണ്ട്. അതും വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഉണ്ടാവും. എങ്ങനെയാണ് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് മോഡൽ വരുന്നത് 2018 ആണ്. സെക്കൻഡ് ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. കർണാടക റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നിലവിൽ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അല്ലേ? നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഓഫർ റേറ്റിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസിൽ ഒരു സ്കോർപിയോ നോക്കുന്നവർക്ക് നല്ല നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വാഹനമാണ്. 18 മോഡല് സ്കോർപിയോ S5. 2000 രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം. ഇത് നമുക്ക് 7,50,000 രൂപയ്ക്ക് ചെയ്യാം. അത് മാക്സിമം ലോണിൽ ചെയ്യാം. സെക്കൻഡ് ഓൺഷിപ്പ് ആണ് വരുന്നത്. വെറും 70,000 കിലോമീറ്റർ വണ്ടി ഓടിക്കണം. അപ്പൊ അതിന്റെ ഹൈലൈറ്റ് ആണ് നമുക്ക് ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ആണ്. ബഡ്ജറ്റ് പ്രൈസ് ആണ്. ഒരു ആഷ് ബാക്കിന്റെ പ്രൈസിന് നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ചെറിയൊരു ബഡ്ജറ്റിന് നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു SUV നോക്കുന്നവർക്ക് ഡീസൽ തന്നെ സൺറൂഫ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു നിസാന്റെ കിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ ഇറങ്ങിയ സമയത്ത് നോക്കുമ്പോൾ അതിനേക്കാൾ 1/3 പ്രൈസ് വിലക്കുറവിലാണ് ഈ ഒരു വാഹനം തരാൻ പോകുന്നത്. ഇതിൽ നമുക്ക് സൺറൂഫ് ആഡ് ഓൺ ചെയ്ത വാഹനമാണ്. ഡീസലാണ്. അത്യാവശ്യം നല്ല മൈലേജും നല്ല സ്പേസും നല്ല ഫീച്ചേഴ്സും ഉള്ള ഒരു വാഹനം. എങ്ങനെയായിരുന്നു കിക്സിന്റെ ഡീറ്റെയിൽസ്? എങ്ങനെയായിരുന്നു? ഇത് 2019 മോഡല് 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഏകദേശം നമുക്ക് പിന്നെ അത്യാവശ്യം ഒരു 18 രൂപ മൈലേജ് കിട്ടും. അതെ. സൺറൂഫ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങും ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. XV പ്രീമിയം എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഏറ്റവും അയൻ വേരിയന്റ് ആണ്. അതിന്റെ പ്രൈസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു ഡീസൽ വണ്ടി ഈ റേറ്റിൽ കിട്ടില്ല. നമുക്ക് 5,25,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി അത് ഫുൾ ഓണും ചെയ്യാം. ഫുൾ ഓൺ. ഇറങ്ങിയ സമയത്ത് 10-16 ലക്ഷം രൂപ വിലയുള്ള വാഹനമായിരുന്നു. അത് 1/3 പ്രൈസിനാണ് ഇപ്പൊ നമുക്ക് തരാൻ പോകുന്നത് കേട്ടോ. ഒരു സെൽട്ടോസ്, ഒരു ക്രെറ്റ അല്ലെങ്കിൽ ഒരു SUV ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ച് അതിലേറെ കുറഞ്ഞ പ്രൈസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കിടിലം പ്രീമിയം വെഹിക്കിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബെൻസ് C-Class 220. സോ നല്ല മൈലേജും നല്ല ഫീച്ചേഴ്സും വിത്ത് നമുക്ക് പ്രീമിയം വെഹിക്കിൾ. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് ഡീറ്റെയിൽ വരുന്നത് 2017 മോഡലാണ്. C220 ആണ്. C220 ആണ്. ഇന്ത്യയിലൊക്കെ നോക്കുന്ന നല്ല പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. അത് നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്കത് 14,25,000 രൂപയ്ക്ക് വിത്ത് NOC നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഒരു ബെസ്റ്റ് പ്രൈസ്. 89,000 കിലോമീറ്റർ മാത്രം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓൺഷിപ്പുള്ള വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ചെറിയ ഡിപ്പെൻസ് നമുക്ക് ചെറിയ കിലോമീറ്റർ ആണ്. അത് നമുക്ക് മാക്സിമം ഒരു ബഡ്ജറ്റ് പ്രൈസിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം. അപ്പൊ ഒരു പ്രീമിയം വെഹിക്കിൾ ചെറിയ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. C-Class 220 ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന ഒരു പ്രീമിയം വെഹിക്കിൾ അല്ലേ? ഇതേട്ടാ വീണ്ടും നമ്മളൊരു കിടലം പ്രീമിയം വെഹിക്കിൾ തന്നെയാണ്. ഇതിന്റെ ഹൈലൈറ്റ് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടതിനേക്കാൾ കൂടുതൽ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു GLA 200 അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 മോഡൽ 16 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. സോ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളും അതിലേറെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി GLA 200 ആണ്. ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിള്.
അപ്പോൾ അത്രയും നമുക്ക് ക്വാളിറ്റി ഗ്യാരണ്ടി ഒക്കെ നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. മോഡൽ എങ്ങനെയായിരുന്നു? 2015 മോഡൽ 16 രജിസ്ട്രേഷനിലുള്ള 16 രജിസ്ട്രേഷൻ സിംഗിൾ ഓൺഷിപ്പ് വാഹനം. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്കിപ്പോ ഓഫറിൽ നമുക്ക് 9,25,000 രൂപയ്ക്ക് വിത്ത് NOC നമുക്ക് ചെയ്യാം. അപ്പൊ അതാണ് 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ ഒരു പ്രീമിയം വെഹിക്കിൾ, അത് ഏകദേശം 15-16 വരെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം, അതൊരു ഓഫർ പ്രൈസിന്, അത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് ഈ വാഹനം സ്വന്തമാക്കാനുള്ള ഒരു സ്വിഫ്റ്റ് ബലാനൊക്കെ നോക്കുന്നവർക്ക് ആ ഒരു പ്രൈസിനുള്ള ഒരു 5 സീരീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു BM-ന്റെ 5 സീരീസ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്? ഇത് 2015 മോഡൽ 520D ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. നമുക്ക് 1 lakh കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പൊ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഒക്കെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് അതിന്റെ പ്രൈസ് തന്നെയാണ്. ഈ ഒരു 5 സീരീസിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞാൽ ചെറിയൊരു പ്രൈസ് അല്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? നമുക്കിത് 8,70,000 രൂപയ്ക്ക് വിത്ത് NOC നമുക്കിത് ചെയ്യാം. ടയർ കാര്യങ്ങളെല്ലാം റീസെന്റ് മാറിയതാണ്. എഞ്ചിൻ മെക്കാനിക്കൽ വൈസ് നമ്മൾ 100% ചെക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഗ്യാരണ്ടി ഉണ്ട്. അപ്പൊ നമുക്ക് 8,70,000 രൂപ NOC ഫൈനൽ പ്രൈസ്. വീണ്ടും നമ്മളൊരു GLA 200 ആണ്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടത് നമുക്ക് NOC-യിലാണെങ്കിൽ നമ്മൾ നമ്പർ കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് നമുക്ക് ബഡ്ജറ്റ് പ്രൈസ്. ഒരു SUV ഒക്കെ വാങ്ങുന്ന പ്രൈസ് ആണ്. കൂടെ തന്നെ നമുക്ക് 15-16 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഡെയിലി യൂസിന് പറ്റുന്ന നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു കിഡ്ലം പ്രീമിയം വെഹിക്കിൾ. അപ്പോൾ മെഴ്സിഡസ് ബെൻസ് GLA 200 ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2014 മോഡലാണ്. 1 lakh കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഓൾറെഡി കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് 11,90,000 രൂപയ്ക്ക് നമുക്ക് നെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പ്രൈസ് ആണ്, നമ്പറൊക്കെ ആയിട്ടുള്ള പ്രൈസ് ആണ്. അത്യാവശ്യം നമുക്ക് നല്ല നമ്പർ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ബെസ്റ്റ് പ്രൈസിന് അപ്പോൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 1.5 ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. വീണ്ടും നമ്മളൊരു 5 സീരീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതൊരു ബഡ്ജറ്റ് പ്രൈസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കിഡ്ലം വണ്ടിയാണ്. BM-ന്റെ 5 സീരീസ് ആണ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2014 മോഡലാണ്. 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. ഓക്കെ, ഇന്ത്യയിലൊക്കെ നോക്കി പക്ക നമുക്ക് അത്രയും ഹൈ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. 5 സീരീസിലെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്ക് 11,25,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി വിത്ത് NOC നമുക്ക് ചെയ്യാം. NOC-ൽ 11,25. വീണ്ടും നമ്മൾ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു പ്രീമിയം വെഹിക്കിൾ ആണ് നമ്മൾ വീണ്ടും പരിചയപ്പെടുന്നത്. അതും E-Class 250 ആണ്. സോ അത്യാവശ്യം നമുക്ക് നല്ല മൈലേജും അതേപോലെ തന്നെ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന അവങ്കാടാണ് ഓപ്ഷൻ വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2013 മോഡൽ 14 രജിസ്ട്രേഷനിൽ കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, നിലവിലെ കേരള നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. അതെ. സോ നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസിന് കൊടുക്കാം അല്ലേ? അതെ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനം. അതെ. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്കിത് 12,90,000 രൂപയ്ക്ക് നമുക്കിത്. അപ്പൊ നമ്പറൊക്കെ ആയിട്ടുള്ള പ്രൈസ് ആണ്. അത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഒരു വാഹനം തരാൻ പോകുന്നു. ആ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടായിരുന്നത് പോഷ്ലിംഗിലാണ്. ഒത്തിരി വലിയൊരു എപ്പിസോഡാണ്. ഇതിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് പ്രീമിയം വെഹിക്കിൾസ് ഉണ്ട്, ബഡ്ജറ്റ് കാറുകളുണ്ട്. അപ്പോൾ ഏത് ലെവലിൽ ഏതൊരു കസ്റ്റമർ വന്നാലും നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അടിപൊളി വെഹിക്കിൾസ് നല്ലൊരു കളക്ഷനാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്ക് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഏത് ലെവലിലുള്ള വാഹനം എടുക്കുന്നുവെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി വെഹിക്കിൾസ് ആണ് ഇവിടെ ഉള്ളത്. മോഡൽ കൂടിയതുണ്ട്. ലോ കിലോമീറ്റർ വെറും 800 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനത്തിൽ നിന്നാണ് നമ്മളിന്ന് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന പ്രീമിയം വെഹിക്കിൾസ് അതേപോലെ തന്നെ ബഡ്ജറ്റ് റേഞ്ചിലും ഫുൾ ഓണുള്ള ഒത്തിരി വാഹനങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളോമ്പുറത്താണ്. പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ അത്താനിക്കലാണ് ഈ ഒരു പോസ്റ്റിംഗ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി അപ്ഡേഷൻ നമ്മൾ പോസ്റ്റിംഗിന് ഇൻസ്റ്റാ പേജ് ഉണ്ട്, നമ്മളെ പേജ് ഉണ്ട്. എല്ലാ പേജൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ ഡെയിലി അപ്ഡേഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. സോ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത്ര നേരം നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് സൈത്താണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. റിയാസ് സജിത്ത് സൈനിക.